സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കിയ പ്രോജക്ട് സീറോ പദ്ധതിയിൽപ്പെട്ട് ചേർത്തല ഡിവൈഎസ്പി വിജിലൻസിന്റെ വലയിലായി. ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേർത്തല ഡിവൈഎസ്പി അനിൽകുമാറിനെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു. സിനിമാ സ്റ്റൈലിൽ വീടിന്റെ മേൽക്കൂര പൊളിച്ചും മതിൽ ചാടിയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഡിവൈഎസ്പിയെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. ശുചിമുറി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതിനാണ് ഡിവൈഎസ്പി അനിൽകുമാർ ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് വാഹനങ്ങൾ വിട്ടു നൽകണമെങ്കിൽ 2 ലക്ഷം രൂപ കൈക്കൂലി നൽകണമെന്ന് അനിൽകുമാർ ഉടമയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇത്രയും വലിയ തുക നൽകാൻ തയ്യാറാകാതിരുന്ന വാഹന ഉടമ ഉടൻ തന്നെ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. ആദ്യം 50,000 രൂപ തന്റെ വീട്ടിലെത്തിച്ചു നൽകാനാണ് വാഹനോടമയോട് നിർദ്ദേശിച്ചത്. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം വാഹനോടമ പണവുമായി ഡിവൈഎസ്പിയുടെ വീട്ടിലേക്കെത്തി. ഈ സമയം വിജിലൻസ് സംഘം ഉടമയെ രഹസ്യമായി പിന്തുടരുന്നുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് ഡിവൈഎസ്പി അനിൽകുമാർ കൈക്കൂലി പണം കൈപ്പറ്റുന്നതിനിടെ വിജിലൻസ് സംഘം വീട് വളഞ്ഞു. വിജിലൻസ് ഉദ്യോഗസ്ഥരെ കണ്ടയുടൻ പണവുമായി അനിൽകുമാർ വീടിനുള്ളിലേക്ക് കയറി കതകടയ്ക്കുകയായിരുന്നു. തുടർന്ന് അകത്തുനിന്നും വാതിൽ തുറക്കാൻ പോലീസ് തയ്യാറായില്ല. അകത്തു കുടുങ്ങിയ ഡിവൈഎസ്പി രക്ഷപ്പെടാനായി വീടിന്റെ 2ാമത്തെ നിലയിലെ മേൽക്കൂര പൊളിച്ചിറങ്ങി. തുടർന്ന് 2ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ അനിൽകുമാർ മതിൽ ചാടിക്കടന്ന് ജനവാസ മേഖലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ വിജിലൻസ് സംഘം ഒട്ടും സമയം കളയാതെ ഇയാളെ പിന്തുടർന്ന് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. സംസ്ഥാനത്ത് അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസിൽ പ്രഖ്യാപിച്ച പ്രോജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ കർശന നിരീക്ഷണത്തിലാണ്. ഈ നിരീക്ഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ചേർത്തല ഡിവൈഎസ്പി കുടുങ്ങിയിരിക്കുന്നത്. അനിൽകുമാറിനെതിരെ നേരത്തെയും വ്യാപകമായി കൈക്കൂലി ആരോപണങ്ങൾ നിലനിന്നിരുന്നതായി വിജിലൻസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. പ്രതിയെ ചേർത്തലയിൽ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിജിലൻസ് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്.